പ്രിയ ശ്രോതാക്കളെ പ്രണാമം. 60 വർഷം മുൻപ്, ദാറ്റ് മീൻസ് 1966 1966 നമ്മുടെ കാവ്യഗന്ധർവൻ രചിച്ച മനോഹര പ്രണയഗാനത്തിൻ്റെ ഈരടികൾ വിരിഞ്ഞു നിൽക്കുന്ന അഴകിനെ നുകർന്ന് ഗാനവീഥിയിൽ കൂടി മെല്ലെ നടന്നു നീങ്ങുമ്പോൾ വഴിയരികിൽ എന്നിലുള്ള ആസ്വാദകൻ വിസ്മയം കൊണ്ട് ആവേശഭരിതനാകുകയായിരുന്നു. എന്നിൽ വിസ്മയങ്ങൾ വിരിയുമ്പോൾ പതിവായി എൻ്റെ ചുണ്ടിൽ നിന്നും എൻ്റെ ഹൃദയനാഥനെ വിളിക്കാറുണ്ട്, ഹരേ കൃഷ്ണ എന്ന്. അപ്പോൾ ഞാനതിൽ കൃതാർത്ഥനുമാണ്. അത്രയ്ക്ക് മനോഹരമായ കാവ്യബിംബങ്ങളാൽ അലങ്കരിച്ച ഒരു അതിരമണീയമായ ഒരു ഗാനമാണ് വയലാർ ഈ ഗാനത്തിൽ കൂടി നമുക്ക് വിളമ്പി തന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നുകരുന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും ഗായകനും നടനുമായിരുന്ന ലക്ഷ്മീപുരം കൊട്ടാരം പൂരം തിരുനാൾ രവിവർമ്മയാണ്. LPR വർമ്മ. 2003 ജൂലൈ 6 നമ്മൾ വിട്ടുപിരിഞ്ഞ ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യേശുദാസ്, പി ലീല ഒരുമിച്ച് ചേർന്ന് പാടിയ ഈ രമണീയ കുസുമരേണുക്കളെ നിങ്ങളിലേക്ക് പകരുകയാണ്. നമുക്ക് പല്ലവിയിലേക്കൊന്ന് വരാം. അക്കരപ്പച്ചയിലെ അഞ്ചനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. അക്കരെയുള്ള പച്ചപ്പിൽ, അക്കരെ നിൽക്കുന്ന പച്ചപ്പിൽ മനോഹരമായ അരുവിയിൽ, അഞ്ചനച്ചോല അതിമനോഹരമായ അരുവിയാണ്. അവിടെ 1000 ഇതളുകളുമായി വിരിഞ്ഞു നിൽക്കുന്ന പൂവേ, പുഷ്പമേ, നീ ആർക്കു വേണ്ടിയാണ് ഈ പ്രണയാതുര ഭാവത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് എന്ന് കാമുകൻ ഈ ആമ്പൽ പൂവിനോട് ചോദിക്കുകയാണ്. ഇവിടെ 1000 ജീവിത സുഗന്ധിയായ പ്രണയ സ്വപ്നങ്ങളെ വാരിപ്പുണർന്ന പെൺകുട്ടിയെ മനോഹരമായ അരുവിയിൽ 1000 ഇതളുകളുമായി വിരിഞ്ഞു നിൽക്കുന്ന അല്ലിപ്പൂവിന് സമാനമായി കവി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ അനുപല്ലവിയിലേക്ക് പോവുകയാണ്. നമുക്ക് അനുപല്ലവി എടുക്കാം. അനുപല്ലവി പാടുന്ന പീലിലെയാണ്, ഫീമെയിൽ സൗണ്ടാണ്. പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലത്തേടി, ഈ വഴിയരികിൽ വന്നു നിൽക്കുമോ ഹൃദയ പെൺകൊടി ഞാൻ, ഇടയ പെൺകൊടി ഞാൻ. എന്താണ് ഈ പറുദീസ? പറുദീസ എന്നാൽ സ്വർഗോടാണ്. ഈ പറുദീസയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലർ തേടിയാണ് പെൺകുട്ടി പോണത്. അപ്പോൾ പറുദീസ സ്വർഗമാണ്. ഈ പ്രണയാനുഭൂതി പകർന്നു നൽകിയത് ഏത് ഹൃദയ കവാടത്തിൽ നിന്നാണോ അതാണ് അവളുടെ പറുദീസ. അപ്പോൾ അത് ആരായിരിക്കും? അവരുടെ കാമുകനാണത്. ഈ പറുദീസയ്ക്ക് സമാനമായ അവളുടെ കാമുകൻ്റെ ഹൃദയ സദസ്സിൽ പാതിരാവിൽ അർദ്ധരാത്രിയിൽ പകുതി വിരിഞ്ഞൊരു പൂവുണ്ട്, പുഷ്പമുണ്ട്, മലരുണ്ട്. ആ പ്രണയത്താൽ പാതി വിരിഞ്ഞ പുഷ്പത്തെ തേടി ജീവിത ബഹളത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞ്, അതാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഈ വഴിയരികിൽ ഒഴിഞ്ഞ് ഒരു ഇടയ പെൺകുടിയായി വന്നു നിൽക്കുകയാണ്. ഇടയ പെൺകുടി എന്ന് വെച്ചാൽ, ഈ ഇടയൻ എന്ന് വെച്ചാൽ നയിക്കുന്നവളാണ് ഇടയൻ. ഇപ്പോൾ ആടിനെ നയിക്കുക, പശുവിനെ നയിക്കുക, ഇതൊക്കെ അതിനൊക്കെ നമ്മൾ ഇടയനെന്നാണ് പറയാറ്. അപ്പം നയിക്കുന്നവൻ ആരാണ് ഇടയൻ. ഇവിടെ ആരെയാണ് നയിക്കുന്നത്? പ്രണയിനിയുടെ സങ്കല്പ ചക്രവാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അനുരാഗലോലമായ ചിന്തകളെയും സ്വപ്നങ്ങളെയും നയിക്കുന്നവളെ ഇടയ പെൺകുടിക്ക് സമാനമായി കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്തൊരു മനോഹരമാണെന്ന് നോക്കല്ലേ. ആദ്യ ചരണത്തിൽ ആലപിക്കുന്ന യേശുദാസാണ്. നമുക്ക് നോക്കാം. തിങ്കൾ കലയുടെ തേരിറങ്ങിയ തിരുഹൃദയ
പൂങ്കാവിൽ പൂത്തു വന്നതു പൊൻകതിരോ പുഞ്ചിരിയോ പൂമിഴിയോ പുഞ്ചിരിയോ പൂമിഴിയോ. ഇവിടെയും ഉപമാലങ്കാരങ്ങളാൽ മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമാക്കി മാറ്റുകയാണ്. തിങ്കൾ എന്ന് വെച്ചാൽ ചന്ദ്രനാണ്. ഈ ചന്ദ്രൻ എന്ന് വെച്ചാൽ പ്രണയത്തിൻ്റെയും അതിൽ നിന്ന് പിറവിയെടുക്കുന്ന അനുഭൂതികളുടെയും പ്രതീകമാണ് ചന്ദ്രൻ. പല കവികളും ചന്ദ്രൻ്റെ പ്രണയവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതിൽ തിങ്കൾ കലയുണ്ട്. ചന്ദ്രൻ്റെ അംശമാണ് കല. ചന്ദ്രൻ്റെ അംശമാണ് കല. അപ്പം മാനത്ത് കാണുന്ന വളഞ്ഞ ആകൃതിയിലുള്ള ചന്ദ്രൻ്റെ രൂപത്തെയാണ് തിങ്കൾ കല എന്ന് വിളിക്കാറ്. അപ്പം തിങ്കൾ കലയാവുന്ന തേരിലിറങ്ങി അല്ലേ, തേരിലിറങ്ങിയിട്ട് ഈ പ്രണയിനിയുടെ ഹൃദയത്തിൻ്റെ പൂങ്കാവിലേക്ക് എത്തേണ്ടത്. അതാരെ ഉദ്ദേശിച്ചാണ് പറയണത്? കാമുകൻ്റെ പ്രണയത്താൽ വിരിഞ്ഞ മുഖകാന്തിയെ ഇവിടെ ചന്ദ്രകലയുടെ നിർമ്മലതയും ശോഭയും ചേർന്ന് കവി ഉപമിച്ചിരിക്കുകയാണ്. അപ്പം ഈ നിലാവെന്ന് വെച്ചാൽ നിലാവല്ല വന്നിരിക്കുന്നത്, തൻ്റെ കാമുകൻ്റെ പ്രണയത്താൽ വിരിഞ്ഞ മുഖകാന്തിയാണ് നിലാവായിട്ട് ഉപമിച്ചിരിക്കുന്നത്. ഈ ഉപമാലങ്കാരം വളരെ വളരെ അതിമനോഹരമാക്കിയുണ്ട് കവി ഇവിടെ. എന്നിട്ടോ ഈ കാമുകൻ്റെ പ്രണയകാന്തി ഈ പ്രണയിനിയുടെ പൂങ്കാവിൽ വന്ന് പതിക്കുമ്പോൾ അവളിൽ തളിരിട്ട രാഗങ്ങളെ അവൾ തന്നെ ആരായുകയാണ്. എന്തെല്ലാം രാഗങ്ങളാണ് എന്നിൽ വന്നതെന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് വന്നത്? അവൾ ചോദിക്കുകയാണ്, പൂത്തുവന്ന പൊൻകതിരായിരുന്നു. പൂത്തു വന്നതു പൊൻകതിരോ. പൊൻകതിർ എന്ന് വെച്ചാൽ ശുഭപ്രതീക്ഷയേകുന്ന കുറേ കതിരുകളാണ്. ഇവിടെ പ്രതീക്ഷകൾ നൽകുന്ന കതിരെന്ന് വെച്ചാൽ അത് ജസ്റ്റ് അങ്ങോട്ട് ബിഗിനിങ് ആണ്. അതാണ് ശുഭപ്രതീക്ഷ നൽകുന്ന കതിരാണോ അതോ പുഞ്ചിരിയായിരുന്നോ? ഒരു പ്രണയിനിയുടെ പുഞ്ചിരിക്ക് നമ്മൾ കൊടുക്കുന്ന മനോഹരമായൊരു പേരുണ്ട്, രാഗാർദ്ര മന്ദഹാസമാണത്. ആ പുഞ്ചിരിയിൽ മുഴുവൻ രാഗങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാഗാർദ്ര മന്ദഹാസമായിരുന്നോ അതോ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പ്രണയാതുരമായ നോട്ടമായിരുന്നോ? ആണ് പൂമിഴി ചോദിക്കുകയാണ്. ഇപ്പം കാമുകൻ്റെ പ്രണയകാന്തി പ്രണയിനിയുടെ പൂങ്കാവിൽ വന്ന് പതിക്കുമ്പോൾ അവൾ തളിരിട്ട കാമുകൻ്റെ ചന്ദ്രപ്രഭയ്ക്ക് സമാനമായ മുഖകാന്തി അവളിലെ ഹൃദയപുഷ്പക്കാവിൽ വന്ന് ഇതിലിടുമ്പോൾ അവൾ കൂടുതൽ അനുരാഗലോലയായി മാറിയണമെന്നാണ് പറയുന്നത് കവിയുടെ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതെല്ലാം ഈ ചന്ദ്രനെയൊക്കെ ഉപമിക്കുന്നത് തൻ്റെ കാമുകൻ്റെ സാന്നിധ്യവും അതിൽ കൂടി കിട്ടുന്ന ആ കാന്തിയുമാണ് ഇവിടെ പ്രണയിനി ചന്ദ്രകലയോട് ഉപമിച്ച് പറയുന്നത്. നമുക്കിനി അടുത്ത ഇതിലേക്ക് പോകണം. അടുത്ത ചരണത്തിലേക്ക് പോവാണ്. അത് പാടിക്കുന്ന പീലിയിലെ രണ്ടാം ചരണം. ശരപ്പൊളി മുത്തുകൾ വാരിത്തൂകിയ ശരോണിലെ സന്ധ്യകളിൽ യെരുശലേ കന്യക പോലെ വിരുന്നു വന്നവളാണു ഞാൻ, വിരുന്നു വന്നവളാണു ഞാൻ. ശരപ്പൊളി മുത്തുകൾ, ഇത് രസമാണ്. നോക്കും, ഈ സന്ധ്യാസമയത്ത് മാനത്ത് അസ്തമയ സൂര്യൻ വാരി വിതറുന്ന സ്വർണ്ണ നിറം കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളല്ലേ. ഒരു വലിയൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു എക്സോട്ടിക് ഇതാണ് പറയണേ. വളരെ ഒരു പൂത്തു നിൽക്കണം അന്നേരം മാനമൊക്കെ. സന്ധ്യാസമയത്തൊക്കെ പൂത്തു നിൽക്കുന്ന മാനമാണ്. ആ സമയത്ത് മാനത്തിന് സ്വർണ്ണ നിറമാണ് കാണുന്നത്. ആ സ്വർണ്ണ നിറത്തെ ഇവിടെ ശരപ്പൊളി മുത്തു മാലയായിട്ട് കവി ഉപമിക്കുകയാണ്. ഈ ശരപ്പൊളി മുത്തു മാലയ്ക്കും സ്വർണ്ണ നിറം തന്നെയാണ്. അതിന് സമാനമായി കവി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ശരോണിലെ സന്ധ്യകളെ ഉപമിച്ചിരിക്കുന്നതിനിവിടെ. ഇപ്പം ശരോണി എന്ന് വെച്ചാൽ ഈ ബൈബിളിലെ ഉത്തമ ഗീതങ്ങളിൽ സോങ് ഓഫ് സോളമൻ പരാമർശിക്കുന്ന സസ്യശ്യാമളമായ ഒരു താഴ്വരയാണ് ശരോൺ. ഇപ്പം ശരോണിലെ സന്ധ്യാസമയത്തിൻ്റെ സൗന്ദര്യ കാന്തിയുമായിട്ട് ഈ ശരപ്പൊളി മുത്തുമാലയെ ഉപമിച്ചുകൊണ്ട് കവി ഇങ്ങനെ മെല്ലെ ഈ പാട്ടുമായി ഇങ്ങനെ പോവുകയാണ്.
യെരുശലേം എന്ന വിശുദ്ധ നഗരമാണ് യെരുശലേം. യെരുശലേം കന്യക എന്നാൽ വിശുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്. പ്രണയിനി വിശുദ്ധമായ ഒരു നഗരത്തിലെ കന്യകയോട് ഉപമിക്കുക വഴി പ്രണയത്തിന് ഒരു ദൈവികമായ പരിവേഷം കവി ചാർത്തുകയാണ്. അതും കവിത ഉത്തുംഗ ശൃംഗത്തിലേക്ക് പോയിട്ട് ഈ പ്രണയത്തിന് ഒരു ദൈവികമായ പരിവേഷം നൽകി ഇങ്ങനെ മാറി നിന്ന് നമ്മളോട് നോക്കി ചിരിക്കുകയാണ് വയലാർ. എന്തൊരു മനോഹരമാണല്ലേ ആ ചിരി കാണാൻ. ഇവിടെ പ്രകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന വിവിധ രാഗഭാവങ്ങളെ പ്രണയത്തിൻ്റെ മൂർധാവിലെത്തിച്ച് പൊട്ടുകുത്തുന്ന കല വയലാർ എന്ന കവിയുടെ മാത്രം സംഭാവനയാണ്. ഇവിടെ നമ്മൾ പിരിയുകയാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായം കുറിക്കുക. ശുഭരാത്രി നേർന്നുകൊണ്ട് ഗാനാലപിക്കട്ടെ. അക്കരെ പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. പറുദീശയിലെ പകുതി വിരിഞ്ഞൊരു പാതിരാമലർ തേടി, ഈ വഴിയരികിൽ വന്നു നിൽക്കുമോ ഹൃദയ പെൺകൊടി ഞാൻ, ഇടയ പെൺകൊടി ഞാൻ. അക്കര പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. തിങ്കൾ കലയുടെ തേരിറങ്ങിയ തിരുഹൃദയ പൂങ്കാവിൽ പൂത്തുവന്നതു പൊൻകതിരോ പൊഞ്ചിരിയോ പൂമിഴിയോ, പൊഞ്ചിരിയോ പൂമിഴിയോ. അക്കര പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. ശരപ്പൊളിമുത്തുകൾ വാരിത്തൂകിയ ശരോണിലെ സന്ധ്യകളിൽ യെരുശലേ കന്യക പോലെ വിരുന്നു വന്നവളാണു ഞാൻ, വിരുന്നു വന്നവളാണു ഞാൻ. അക്കര പച്ചയിലെ അഞ്ജനച്ചോലയിലെ ആയിരമിതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ.